എല്ലാ പ്രേക്ഷകർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ലോക ചാപ്റ്റർ 1 ചന്ദ്രയുടെ 24-ാം ദിവസമാണിന്ന്. ചിത്രത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട അപ്ഡേറ്റുകൾ, അതോടൊപ്പം ഇന്നലെ റിലീസ് ചെയ്യപ്പെട്ട ജിത്തു ജോസഫ് ചിത്രമായ മിറാഷ് എന്ന സിനിമയുടെ ബോക്സ് ഓഫീസ് അപ്ഡേറ്റ്, ലാലട്ടൻ ചിത്രം ഹൃദയപൂർവ്വം എന്ന സിനിമയുടെ ബോക്സ് ഓഫീസ് അപ്ഡേറ്റ്, ഈയൊക്കെ അപ്ഡേറ്റുകൾ ചേർത്താണ് ഈ ഒരു വീഡിയോ നമ്മുടെ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത്. ആ ഒരു കളക്ഷൻ അപ്ഡേറ്റിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പ്രേക്ഷക സപ്പോർട്ട് ഉണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഉടൻ തന്നെ 50,000 സബ്സ്ക്രൈബേഴ്സിലേക്ക് എത്തുന്നതാണ്. എല്ലാ പ്രേക്ഷകരുടെയും സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു. ആദ്യം തന്നെ മലയാള സിനിമയുടെ ഇന്നത്തെ ദിവസം കൊണ്ട് ചരിത്ര വിജയം നേടാൻ പോകുന്ന ലോക ചാപ്റ്റർ 1 ചന്ദ്രയുടെ അപ്ഡേറ്റ് ആണ്. ചിത്രത്തിന്റെ 24-ാം ദിവസമാണെന്ന്. ഇന്ന് ശനിയാഴ്ച ആയതുകൊണ്ട് തന്നെ ചിത്രത്തിന് മികച്ച രീതിയിൽ ബുക്കിംഗ് കാണാൻ സാധിക്കുന്നുണ്ട്. ചിത്രത്തിന്റെ 23-ാം ദിവസമായ ഇന്നലെ മാത്രം ബുക്ക് മൈ ഷോയിലൂടെ വിറ്റഴിച്ചത് ഏകദേശം 80,000-ന് മുകളിലുള്ള ടിക്കറ്റുകളാണ്. ലോകയുടെ 22-ാം ദിവസമായ വ്യാഴാഴ്ച കേരള ബോക്സ് ഓഫീസിൽ നിന്നും 1,54,00,000 രൂപയാണ് ചിത്രം സ്വന്തമാക്കിയത്. അങ്ങനെ ടോട്ടൽ 22 ദിവസങ്ങൾ കൊണ്ട് കേരള ബോക്സ് ഓഫീസിൽ നിന്നും മാത്രം 96,28,00,000 രൂപ ചിത്രം സ്വന്തമാക്കിയിരുന്നു. ഇന്നലെ ചിത്രത്തിന്റെ ട്രാക്കിഡ് കേരള കളക്ഷൻ റിപ്പോർട്ടുകൾ വരുമ്പോൾ 23-ാം ദിവസം വെള്ളിയാഴ്ച മാത്രം ചിത്രത്തിന്റെ ഭാഗത്തു നിന്നും ട്രാക്ക് ചെയ്തിരിക്കുന്ന കേരള ഷോകളുടെ എണ്ണം 1,141 ഷോകളാണ്. ഏകദേശം ഓഡിയൻസായി 84,000-ൽ പരം പ്രേക്ഷകരെയാണ് ട്രാക്ക് ചെയ്തിരിക്കുന്നത്. 1,141 ഷോകൾ ട്രാക്ക് ചെയ്യുമ്പോൾ ആവറേജ് തിയേറ്റർ ഒക്യുപ്പൻസി 28%. ഇന്നലെ മാത്രം ചിത്രത്തിന്റെ ട്രാക്കിംഗ് കളക്ഷൻ 1,37,00,000 രൂപയാണ്. അതായത് ഇന്നലെ 23-ാം ദിവസം കേരള ബോക്സ് ഓഫീസിൽ നിന്ന് മാത്രം ലോക ചാപ്റ്റർ 1 ചന്ദ്ര സ്വന്തമാക്കിയിരിക്കുന്നത് ഏകദേശം 1,60,00,000-ന് മുകളിലാണ്. ഇതോടെ 23 ദിവസങ്ങൾ കൊണ്ട് കേരള ബോക്സ് ഓഫീസിൽ നിന്നും ലോക ടോട്ടലായി സ്വന്തമാക്കിയിരിക്കുന്നത് 98 കോടി രൂപയാണ്. ഇതോടെ 23 ദിവസങ്ങൾ കൊണ്ട് റെസ്റ്റ് ഓഫ് ഇന്ത്യൻ ബോക്സ് ഓഫീസിൽ ടോട്ടലായി 54 കോടി രൂപയും ഓവർസീസ് ബോക്സ് ഓഫീസിൽ 114 കോടി രൂപയും ചിത്രം സ്വന്തമാക്കിയിരിക്കുകയാണ്. ടോട്ടൽ 23 ദിവസങ്ങൾ പിന്നിടുമ്പോൾ ചിത്രം 265-266 കോടി ക്ലബിൽ ഇടം നേടിയിട്ടുണ്ട്. ഇന്നത്തെ ദിവസം ചിത്രത്തിനെ സംബന്ധിച്ച് വളരെയധികം പ്രത്യേകത ഉള്ള ദിവസമാണ്. ഇന്ന് 24-ാം ദിവസം ചിത്രം ഇൻഡസ്ട്രി ഇറ്റടിക്കാൻ പോകുന്ന ദിവസമാണ്. ആഗോള ബോക്സ് ഓഫീസിൽ ഏറ്റവും ഉയർന്ന കളക്ഷൻ നേടുന്ന മലയാള ചിത്രമാകാൻ പോകുന്നു ലോക. ലാലട്ടൻ ചിത്രം എമ്പുരാന്റെ കളക്ഷനാണ് ഇന്ന് ചിത്രം മറികടക്കാൻ പോകുന്നത്. ലോകയുടെ 24-ാം ദിവസത്തെ അഡ്വാൻസ് ബുക്കിംഗ് കേരള ബോക്സ് ഓഫീസിൽ നോക്കുമ്പോൾ ഇതുവരെ ട്രാക്ക് ചെയ്തിരിക്കുന്നത് 1,146 ഷോകളാണ്. ഏകദേശം ഓഡിയൻസായി ഇന്ന് ശനിയാഴ്ച ഇതുവരെ ട്രാക്ക് ചെയ്തിരിക്കുന്നത് 52,000-ൽ പരം പ്രേക്ഷകരെ. ഓരോ ഷോയുടെയും ആവറേജ് തിയേറ്റർ ഓക്യുപ്പൻസി രാവിലെ തന്നെ 20%. നിലവിൽ അഡ്വാൻസ് സെയിലൂടെ മാത്രം ഇന്ന് 24-ാം ദിവസം ശനിയാഴ്ച ലോക സ്വന്തമാക്കിയിരിക്കുന്നത് 90 ലക്ഷം രൂപയാണ്. അതായത് ചിത്രത്തിന്റെ 24-ാം ദിവസം കേരള ബോക്സ് ഓഫീസിൽ നിന്നും 2 കോടിക്ക് മുകളിൽ ഒരു കളക്ഷൻ നമുക്ക് ഇന്ന് പ്രതീക്ഷിക്കാം. ഇന്നത്തോടെ ചിത്രം കേരള ബോക്സ് ഓഫീസിൽ നിന്ന് മാത്രം 100 കോടി നേടുമ്പോൾ ഇന്നലെയായിരുന്നു ജിത്തു ജോസഫ് ചിത്രമായ മിറാഷ് തിയേറ്ററുകളിലെത്തിയത്. ആസിഫ് അലിയും അപർണ ബാലമുരളിയുമാണ് ചിത്രത്തിൽ കേന്ദ്ര കഥാപാത്രമായി എത്തിയത്. ആദ്യ ദിവസം തന്നെ ചിത്രത്തിന് സമ്മിശ്ര അഭിപ്രായമാണ് നേടിയെടുക്കാൻ സാധിച്ചത്. ചിത്രത്തിന്റെ ആദ്യ ദിവസത്തെ കളക്ഷൻ റിപ്പോർട്ടുകളിലേക്ക് പോകുമ്പോൾ ട്രാക്കിംഗ് വെബ്സൈറ്റുകൾ പുറത്തുവിടുന്നത് ചിത്രത്തിന്റെ കേരള ട്രാക്കിംഗ് നോക്കുമ്പോൾ ഇന്നലെ മാത്രം ട്രാക്ക് ചെയ്തിരിക്കുന്നത് 787 ഷോകളാണ്. ഓഡിയൻസായി ട്രാക്ക് ചെയ്തിരിക്കുന്നത് 56,000-ൽ പരം പ്രേക്ഷകരെയാണ്. ഏകദേശം ഓരോ ഷോയുടെയും ആവറേജ് തിയേറ്റർ ഒക്യുപ്പൻസി 30%. നിലവിൽ ഇന്നലെ ട്രാക്കിംഗ് കളക്ഷനിലൂടെ മാത്രം 94 ലക്ഷം രൂപയാണ് ചിത്രം നേടിയെടുത്തത്. അതായത് ചിത്രത്തിന്റെ ആദ്യ ദിവസം കേരള ബോക്സ് ഓഫീസിൽ നിന്ന് മാത്രം 1 കോടിക്ക് മുകളിൽ കളക്ഷൻ പ്രതീക്ഷിക്കാം. ഇന്നലെ ബുക്ക് മൈ ഷോയിലൂടെ മാത്രം ചിത്രത്തിന്റെ പേരിൽ വിറ്റഴിച്ചത് 32,000-ന് മുകളിലുള്ള ടിക്കറ്റുകളാണ്. ഈ കഴിഞ്ഞുപോയ ആഗസ്റ്റ് 28-ാം തീയതിയാണല്ലോ ലാലട്ടൻ സത്യനന്ദിക്കാട് കോംബോ ഒന്നിച്ച ഹൃദയപൂർവ്വം റിലീസായത്. ചിത്രത്തിന്റെ OTT അപ്ഡേറ്റ് റിലീസ് ഡേറ്റും ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ്. ഈ വരുന്ന സെപ്റ്റംബർ 26-ാം തീയതി ജിയോ ഹോട്ട്സ്റ്റാറിലൂടെ ചിത്രത്തിന്റെ OTT റിലീസ് ഉണ്ടാകും. ചിത്രത്തിനെ സംബന്ധിച്ച് ചിത്രത്തിന്റെ 23-ാം ദിവസമായിരുന്നു ഇന്നലെ. ഏകദേശം ബുക്ക് മൈ ഷോയിലൂടെ വിറ്റഴിച്ചത് 24 മണിക്കൂർ കൊണ്ട് 10,000-നടുത്തുള്ള ടിക്കറ്റുകളാണ്. ഇന്നലെ മാത്രം ചിത്രത്തിന്റെ കേരള ട്രാക്കിംഗ് കളക്ഷൻ 32 ലക്ഷം രൂപയാണ്. 23 ദിവസങ്ങൾ പിന്നിടുമ്പോൾ ചിത്രത്തിന്റെ കേരള ടോട്ടൽ കളക്ഷൻ 40 കോടിയും പിന്നിട്ടിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ പറഞ്ഞ അപ്ഡേറ്റുകളിൽ നമ്മുടെ പ്രേക്ഷകരുടെ ഇഷ്ട സിനിമയുടെ പേര് താഴെ കമന്റ് ചെയ്യാവുന്നതാണ്. ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം വീണ്ടും ഓർമ്മിപ്പിക്കുന്നു. അടുത്തൊരു അപ്ഡേറ്റുമായി കാണാം.